നമസ്കാരം. ഇന്ന് വൈബ് എഫ്എം 104.6-ൽ എന്റെ കൂടെ ഉള്ളത് നമ്മുടെ ഒക്കെ പ്രിയപ്പെട്ട ദൃശ്യം 3യുടെ ഡയറക്ടർ കൂടിയായ നമ്മുടെ സ്വന്തം ജീത്തു സാറാണ്. ജീത്തു ജോസഫ്, വെൽക്കം ടു അവർ ഷോ. ആൻഡ് എത്ര എക്സൈറ്റഡ് ആണ് സാർ ഇന്നത്തെ ഒരു ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൃശ്യം 3യുടെ റിലീസിന്റെ കൂടെ തന്നെ മലയാളത്തിന്റെ സ്വന്തം ലാലേട്ടന്റെ ബർത്ത്ഡേ കൂടിയാണ്. അപ്പോൾ ഇന്നത്തെ ദിവസത്തെ ഒരു എക്സൈറ്റ്മെന്റ് എത്രത്തോളമാണ് സാറിന്? തീർച്ചയായിട്ടും ഇതൊരു ഇരട്ടി മധുരം പോലെയാണ്. നമ്മൾ ആദ്യം ഏപ്രിൽ 2 ഉദ്ദേശിച്ചിരുന്നത് റിലീസ്. പക്ഷെ പിന്നീട് ആ ഗൾഫിലെ വാറിൻ്റെ സിറ്റുവേഷനൊക്കെ കണക്കിലെടുത്ത് നമ്മളതങ്ങ് മാറ്റിയതാണ്. അപ്പോൾ കറക്റ്റ് ലാൽ സാറിൻ്റെ ബർത്ത്ഡേ അതൊരു വ്യാഴാഴ്ചയായി വരികയും അപ്പം അതൊരു സൺഡേയോ മൺഡേയോ ഒക്കെ ആണെങ്കിൽ നമുക്ക് റിലീസ് ചെയ്യാൻ പറ്റിയതായിരുന്നു. അപ്പോൾ അങ്ങനെ കറക്റ്റ് അതൊരു കോയിൻസിഡൻസ് ആയിട്ട് വന്നു. അപ്പോൾ നമ്മൾ ആ ഒരു ഡിവിഷൻ എന്നുള്ള രീതിയിൽ ആൻ്റണി ഒരു തീരുമാനം എടുത്തു. അതെല്ലാവർക്കും സന്തോഷമായിരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ഇതൊരു എന്താ പറയുക, ഒരു ഇരട്ടി മധുരം തന്നെയാണ്. സർ, ഈ ജോർജ് കുട്ടിയും കുടുംബവും ജീത്തു ജോസഫും തമ്മിലുള്ള ഒരു ബന്ധമുണ്ടല്ലോ, ഒരു ആത്മബന്ധം, ശരിക്കും അത് എങ്ങനെയാണ്? കാരണം ഏകദേശം ഒരു 13 വർഷമായി, 2013 തൊട്ട് കൂടെയുള്ളൊരു കുടുംബമല്ലേ? ജോർജ് കുട്ടിയും കുടുംബവും എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ എന്താ പറയുക, എൻ്റെ കുടുംബം പോലെ തന്നെയാണ്. അതിനകത്തെ ഓരോ ക്യാരക്ടേഴ്സിനെ നമ്മൾ ഡിഫൈൻ ചെയ്യുമ്പോഴും നമ്മുടെ എന്താ പറയുക, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കണ്ടതും കേട്ടതുമായ ഒത്തിരി കാര്യങ്ങൾ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എവിടെയൊക്കെയോ അതിനകത്ത് പല ക്യാരക്ടറൈസേഷനും എൻ്റെ ഫാമിലിയുടെയോ അല്ലെങ്കിൽ എനിക്കറിയാവുന്ന ഫാമിലികളുടെ ട്രേറ്റ്സ് ഉണ്ടാവും. പിന്നെ ജോർജ് കുട്ടി എന്ന് പറഞ്ഞ ക്യാരക്ടർ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഒരു കഥാകൃത്ത് എന്നുള്ള നിലയിൽ അത് എൻ്റെ കയ്യിൽ നിന്ന് കൈവിട്ട് പോയിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ഞാൻ എങ്ങനെയാണോ ജോർജ് കുട്ടീനെ ഫസ്റ്റിൽ കൺസീവ് ചെയ്ത് അവിടുന്നൊക്കെ ജോർജ് കുട്ടി വേറൊരു തലത്തിലേക്ക് വളർന്ന് വേറൊരു രീതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ബേസിക്കലി ആ ക്യാരക്ടർ, ജോർജ് കുട്ടി എന്ന് പറയുന്ന ക്യാരക്ടർ ഈസ് ബിയോണ്ട് മൈ കൺട്രോൾ റൈറ്റ് നൗ. അതാണ് ഇപ്പോഴത്തെ സിറ്റുവേഷൻ. സർ, മോഹൻലാൽ എന്ന പ്രതിഭാസത്തിന്റെ പിറന്നാൾ കൂടിയാണല്ലോ ഇന്ന്. അപ്പോൾ ജോർജ് കുട്ടിയും നമ്മുടെ ലാലേട്ടനും തമ്മിൽ എങ്ങനെ ഈ സെറ്റിൽ സിങ്ക് ആവുന്നത്? ഇല്ല, ജോർജ് കുട്ടി വേറെ, മോഹൻലാൽ എന്ന് പറയുന്ന നടൻ വേറെ. അത് രണ്ടും രണ്ട് വ്യത്യസ്തമായ ഇതാണ്. ജോർജ് കുട്ടിയിലേക്ക് മോഹൻലാൽ എന്ന് പറയുന്ന ആ ഒരു നടൻ ജോർജ് കുട്ടിയായി മാറുന്നു. അത് ആ ഷോർട്ട് ആക്ഷനും കട്ടിനും ഇടയ്ക്ക് നടക്കുന്ന ഒരു അത്ഭുത പ്രതിഭാസമാണ്. അപ്പോൾ അതിനെ എന്താ പറയുക, നമുക്ക് അമ്പരിപ്പിക്കുന്ന മുഹൂർത്തങ്ങളുണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒത്തിരിയുണ്ട്. അത് ഒത്തിരി സ്ഥലത്തുണ്ട്. 1ലും 2ലും 3ലും ഒക്കെ ഒത്തിരി സ്ഥലത്ത് അത് കാണാനുണ്ട്. അപ്പം അദ്ദേഹത്തെ പോലെ ഒരു ഇൻബോൺ ആയിട്ടുള്ള ഒരു ആക്ടർ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് നമ്മൾ പല രീതിയിൽ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ അതിൽ 1ലും 2ൽ നിന്നും 1ലെ പോലെ ആയിരുന്നില്ല 2ൽ, കാരണം ക്യാരക്ടറിന് ഒരു വളർച്ച ഉണ്ടായിരുന്നു ജോർജ് കുട്ടിക്ക്. അതുപോലെ 1ഉം 2ഉം പോലെയല്ല 3ൽ. അദ്ദേഹം അതിന് വേറൊരു തലത്തിലേക്ക് അത് വളരുന്നുണ്ട്. സ്വാഭാവികമായിട്ടും ജോർജ് കുട്ടിയും മോഹൻലാലും തമ്മിൽ അങ്ങനെ ഒരു ബന്ധങ്ങളൊന്നുമില്ല. അത് അദ്ദേഹം വേറൊരു ക്യാരക്ടറായിട്ട് നമുക്കതിനെ പോർട്രേ ചെയ്ത് തരികയാണ്. താങ്ക് യു സർ. നമ്മുടെ ഇവിടെ ന്യൂസിലാൻഡിൽ ഈ സിനിമ റിലീസ് ആവുന്നത്, ഫാൻ ഷോ നടക്കുന്നത് വൈകിട്ട് 4 മണിക്കാണ്. അപ്പോൾ ലോകമെമ്പാടുമുള്ള മലയാളി പ്രേക്ഷകരോട് സാറിന് എന്താണ് പറയാനുള്ളത്? മുൻവിധികളില്ലാതെ വന്ന് ഈ സിനിമ കാണാൻ ആണ് എനിക്ക് പറയാനുള്ളത്. തീർച്ചയായിട്ടും അമിത പ്രതീക്ഷ, ആ ഭാരം ഉണ്ടാകാതിരിക്കുക. ഇത് ജോർജ് കുട്ടിയുടെയും കുടുംബത്തിൻ്റെയും ജീവിതത്തിൽ പുതിയതായി എന്ത് സംഭവിക്കുന്നു, എന്താണ് അവരുടെ ലൈഫ് എങ്ങനെ പോകുന്നു എന്നറിയാനുള്ള ഒരു ആകാംക്ഷയിൽ വരിക. അല്ലാതെ ഭയങ്കര ട്വിസ്റ്റ്, സസ്പെൻസ്, സർപ്രൈസിങ് എലമെൻറ്റ്സ് ഒക്കെ ഉണ്ട്. പക്ഷെ അത് വേറെ രീതിയിലൊക്കെയാണ് ഇത്തവണ. അപ്പോൾ അത് നിങ്ങൾ അതിൽ അല്ല ഊന്നൽ കൊടുക്കേണ്ടത്. ഇതിനകത്ത് കൂടുതലും ആ ഫാമിലിയുടെ അവരുടെ ലൈഫിൽ എന്ത് സംഭവിക്കുന്നു എന്ന് പറഞ്ഞാൽ അവരുടെ ഇമോഷൻസിൽ ആണ് ഊന്നൽ കൊടുക്കേണ്ടത്. അപ്പോൾ ആ ഒരു മൈൻഡ് സെറ്റിൽ വന്ന് സിനിമ കാണാൻ ശ്രമിക്കുക. താങ്ക് യു സോ മച്ച് സർ. സാറിന്റെ ഇത്രയും വാല്യുബിൾ ആയിട്ടുള്ള ടൈമിൽ നിന്ന് ഒരു ചെറിയ പങ്ക് ഞങ്ങൾക്കും കൂടി ഷെയർ ചെയ്തതിന് ഒരുപാട് നന്ദി. ആൻഡ് എല്ലാവരും നമ്മുടെ ദൃശ്യം 3 തിയേറ്ററിൽ തന്നെ വാച്ച് ചെയ്യുക. അഭിപ്രായങ്ങൾ എന്താണെങ്കിലും സാറിനെ അറിയിക്കാവുന്നതാണ് ത്രൂ സോഷ്യൽ മീഡിയ. ആൻഡ് ഇത് വൈബ് എഫ്എം ആണ്. കൂടെ ഞാൻ ടാനിയ. ഇന്ന് നമ്മുടെ ഒപ്പമുള്ളത് നമ്മുടെ സ്വന്തം ജീത്തു ജോസഫ് സാറാണ്.